ഫാത്തിഹ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏറ്റവും മഹത്തായ അധ്യായമായി വിവരിക്കപ്പെട്ടു? 6000-ൽ പരം വചനങ്ങളുള്ള വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്തായ വചനം എന്തുകൊണ്ട് ആയത്തുൽ കുർസിയായി പഠിപ്പിക്കപ്പെട്ടു? അബൂ സഈദ് അൽ മുഅല്ല എന്ന് പറയുന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെയുള്ള ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. പൂർവ്വവേദങ്ങളായ തൗറാത്ത്, തോറ, ഇഞ്ചീൽ, ബൈബിൾ, സബൂർ, സങ്കീർത്തനങ്ങൾ, ഇവരിലും ഇങ്ങനെയുള്ള ഒരു സൂക്തം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തിരുനബി ശിഷ്യനോട് പറയുന്നത്. അങ്ങനെ തിരുനബി ശിഷ്യനെ പഠിപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹയാണ്. തിരുനബി പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ അസ്സബഉൽ മസാനിയാണ്, വൽ ഖുർആൻ അൽ അദീം, മഹത്തായ ഖുർആനാണ്. ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അതാണ് അസ്സബഉൽ മസാനി. അതേപോലെ മഹത്തായ ഖുർആനാണ് എന്നും തിരുനബി പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത്. അതേപോലെ ഉബൈ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഉബൈ, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അഅ്മമായ മഹത്തായ ആയത്ത്, സൂക്തം, വചനം ഏത് എന്ന് നിങ്ങൾക്കറിയുമോ? ഉബൈ ആയത്തുൽ കുർസി ഓതിക്കൊടുത്തു. ആ ഉത്തരം കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൈന്റെ നെഞ്ചിൽ കൊട്ടി അദ്ദേഹത്തെ അഭിനന്ദിച്ചു, ആശ്ലേഷിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം പറഞ്ഞ ഉത്തരത്തെ അംഗീകരിച്ചു. എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസിയും അതേപോലെ സൂറത്തുൽ ഫാത്തിഹയും ഈ ഒരു പ്രത്യേകത അവകാശപ്പെടുന്നത്? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രാഥമികമായി നൽകുകയാണ്. ഇതോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ്. ആയത്തുൽ കുർസി പോലെ, സൂറത്തുൽ ഫാത്തിഹ പോലെ. സൂറത്തുൽ ഫാത്തിഹ അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും പാരായണം ചെയ്യുന്നത്. ആയത്തുൽ കുർസി അതിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഉറങ്ങാൻ കിടക്കുമ്പോഴും ആയത്തുൽ കുർസി ഓതുന്നത്. കാരണം ആയത്തുൽ കുർസി ഓതിയാൽ പൈശാചിക ശല്യങ്ങളിൽ നമുക്ക് രക്ഷയാണ്. എല്ലാ ഫർള് നമസ്കാരങ്ങൾക്കൊടുവിലും നമ്മൾ ഫർള് നമസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ നമുക്ക് സ്വർഗമുണ്ട് എന്ന് തിരുനബി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്ന് തുടങ്ങിയ സൂറത്തുൽ ഇഖ്ലാസ്, അത് വിശുദ്ധ ഖുർആനിന്റെ 1/3 തിരുനബി പറഞ്ഞു. കുൽസും ഇബ്നു ഹിദം എന്ന് പറയുന്ന തിരു നബിയുടെ ശിഷ്യൻ ഒരു യാത്രയിൽ ഉടനീളം നമസ്കാരത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. അദ്ദേഹം ഖുർആൻ ഓതും, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, ഇഖ്ലാസ് സൂറത്ത് ഓതും എല്ലാ നമസ്കാരത്തിലും. കുൽസും ഇത് പതിവാക്കി. യാത്രാ സംഘം മടങ്ങി വന്നു തിരുസവിധത്തിൽ എത്തി തിരുനബിയോട് പറഞ്ഞു, കുൽസും എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാറുണ്ട്. തിരുനബി കുൽസൂമിനെ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എല്ലാത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്? കുൽസൂമിന്റെ മറുപടി,
ഇന്നഹാ സിഫത്തുർ റഹ്മാൻ വ ഇന്നി ഉഹിബ്ബുഹ. സൂറത്തുൽ ഇഖ്ലാസ് അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്, ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുൽസൂമിനോട് പറഞ്ഞത്, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിങ്ങളുടെ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ് അതിന്റെ മഹത്വവും നമുക്കൊക്കെ അറിയാം, കാരണം അത് നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് നൽകും എന്ന് സുവിശേഷം പറയപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിശുദ്ധ ഖുർആന്റെ 3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസും ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയും ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂക്തമായ ആയത്തുൽ കുർസിയും നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തിച്ചത് നമ്മുടെ വിഷയത്തിലേക്ക് വരാനാണ്. എന്തുകൊണ്ട് ഈ സൂക്തങ്ങൾക്കും ആയത്തുൽ കുർസി എന്ന വചനത്തിനും മഹത്വമുണ്ടായി? ഈ മഹത്വം പറയപ്പെട്ടു. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ അതിൽ സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളില്ല, കർമ്മശാസ്ത്ര വിധി വിലക്കുകളെ കുറിച്ചുള്ള പരാമർശങ്ങളില്ല. പിന്നെ എന്താണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്? നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് തുടങ്ങി സൂറത്തുൽ ഫാത്തിഹ തീർക്കുമ്പോൾ, അതിന്റെ ആശയം നമ്മൾ ഗ്രഹിക്കുമ്പോൾ എന്താണ് ആയത്ത് അർത്ഥമാക്കുന്നതും തേടുന്നതും? സൂറത്തുൽ ഫാത്തിഹ അതിലെല്ലാം അള്ളാഹുവിന്റെ പേരുകളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും, അള്ളാഹുവിന്റെ പേരുകളെയും വിശേഷണങ്ങളെയും അള്ളാഹുവിനെ സമർപ്പിച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് തുടങ്ങിയ പ്രാർത്ഥനയും ദുആയുമാണുള്ളത്. ബിസ്മില്ലാഹ് അല്ലാഹു അർ റഹ്മാനിർ റഹീം, അതേപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പേരുകളിൽ പല പേരുകളുമാണ് എണ്ണുന്നത്. പിന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നത്. ഇതേപോലെ ആയത്തുൽ കുർസി, നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഈ മഹൽ വചനം അതിലും സ്വർഗ നരകങ്ങളെ കുറിച്ച് പരാമർശമല്ല, കർമ്മശാസ്ത്ര വിധികളെ കുറിച്ച്, നിസ്കരിക്കണം, നോമ്പെടുക്കണം തുടങ്ങിയതായ കൽപ്പനകളോ അതിലുള്ള നിയമങ്ങളോ ഇല്ല. പിന്നെ എന്താണ് ആയത്തുൽ കുർസി അർത്ഥമാക്കുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കുവാൻ ആരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, അവന് ഉറക്കമോ മയക്കമോ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അവന്റെ സൃഷ്ടികളാണ്, അവന്റെ പിടുത്തത്തിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ്. തുടങ്ങി ആയത്തുൽ കുർസി അവസാനിക്കുന്നത് വരെയും അള്ളാഹുവിന്റെ പേരുകൾ അവന്റെ വിശേഷണങ്ങളാണ്, അവന്റെ പ്രത്യേകതകളാണ് പഠിപ്പിക്കുന്നത്, പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളിൽ ആയത്തുൽ കുർസി എടുത്ത് പാരായണം ചെയ്ത് അതിനെ
അർത്ഥം മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണത്. സൂറത്തുൽ ഇഖ്ലാസ് കുൽസൂം പറഞ്ഞില്ലേ, ഞാൻ അതിന് ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന്റെ സിഫത്ത് വിശേഷണമാണത്. ഖുൽ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു, അവൻ ഏകനാകുന്നു. അല്ലാഹു സ്വമദ്, അല്ലാഹു അവൻ നിരാശ്രയനാണ്, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും ആശ്രിതനായ അല്ലാഹു ആകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ഒരാൾക്ക് ജന്മമേകിയിട്ടില്ല, അവൻ മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി യാതൊരാളുമില്ല. ഇവിടെ സൂറത്ത് ഇഖ്ലാസ് നമ്മളെ പഠിപ്പിക്കുന്നതും അള്ളാഹുവിനെ കുറിച്ചാണ്. അവന്റെ അള്ളാഹു, അൽ അഹദ്, അസ്സമദ് തുടങ്ങിയ പേരുകൾ, പിന്നെ അള്ളാഹുവിന്റെ പ്രത്യേകതകൾ, അവന്റെ വിശേഷണങ്ങൾ, ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇക്കാര്യം നമ്മളെ അറിയിക്കുന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, പ്രത്യേകതകൾ അവ ഉൾക്കൊണ്ടതിനാലാണ് ഈ സൂറത്തുകളും ആയത്തുൽ കുർസി എന്ന ആയത്തും ഏറ്റവും മഹത്തായവയായത് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു അവൻ കേവലം ഒരു ഊർജമല്ല, അള്ളാഹുവിന് ഉണ്മയും ആ ഉണ്മക്ക് അവനിട്ട പേരുകളുമുണ്ട്. അതിൽ ചിലത് നമ്മൾ ഇവിടെ കേട്ടു. അള്ളാഹു, അർ റഹ്മാൻ, അർ റഹീം, അസ്സമദ്, അൽ അലി, അൽ അദീം തുടങ്ങിയവ. ഇതേപോലെ അള്ളാഹുവിന് പ്രത്യേകതകളും അവന് വിശേഷണങ്ങളുമുണ്ട്. ആ വിശേഷണങ്ങളാണ് അതിൽ ചിലതാണ് നമ്മൾ ഈ വചനങ്ങളിലൂടെ ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ അറിയുവാനും അവന്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കുവാനും അള്ളാഹു പലതവണ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്യുമ്പോൾ കുറെ വാലമു വാലമു എന്ന് കാണാം. എന്താ വാലമു എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. അള്ളാഹു ലോകരോട് പറയാണ്, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഗ്രഹിക്കണം. എന്നിട്ട് വാലമു എന്നതിനപ്പുറം നമ്മൾ തുടർന്ന് വായിക്കുന്നത് എന്താ? അൻ അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അൻ അല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം തുടങ്ങിയ വിഷയങ്ങളാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് തുടങ്ങിയ അള്ളാഹുവിന്റെ പേരുകളാണ്. ഖദീർ എന്നത് അള്ളാഹിന്റെ പേരാണ്, അതറിയാനാണ് പറയുന്നത്. അലീം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണ്, അതറിയാനാണ് പറയുന്നത്. വാലമു, ഖബീർ, സൂക്ഷ്മജ്ഞാനി, ഇത് അള്ളാഹുവിന്റെ പേരാണ്. അത് നിങ്ങൾ അറിയണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്. അല്ലാഹു അല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തലാഖിന്റെ അവസാനത്തെ ആയത്താണ്. ഇത് നിങ്ങളുടെ പിന്നീടുള്ള ജീവിതത്തിൽ ഒരു പഠന വിധേയമാക്കേണ്ട ഒരു മഹൽ വചനാണ്. അള്ളാഹു അവനെ കുറിച്ച് പറയാണ്, 7 ആകാശങ്ങളെ ഭൂമിയിൽ നിന്ന് അതുപോലെ തന്നെ ഇതിനൊക്കെ പടച്ചത് അള്ളാഹുവാണ്, അതിൻ്റെയൊക്കെ സൃഷ്ടാവ് അള്ളാഹുവാണ്. യതനസ്സലുൽ അംറു ബൈനഹുൻ, ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹുവിൽ നിന്നുള്ള കാര്യങ്ങൾ, കൽപ്പനകൾ അവതീർണമാകുന്നു. നിങ്ങൾ പഠന വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ വാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. വാനശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥിക്കറിയാം
ആ ഒരു സൃഷ്ടിപ്പിന്റെ മഹത്വവും അതിന്റെ വലിപ്പവും, അതേപോലെ തന്നെ ഭൂമിശാസ്ത്രം പഠിക്കുന്ന നമ്മൾ ഈ ഭൂമുഖത്തുള്ള സൃഷ്ടിപ്പിൽ മഹാത്ഭുതങ്ങൾ പഠിക്കുന്നവരാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാ? സൃഷ്ടാവായ അള്ളാഹുവാണ്. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് യതനസ്സലുൽ അംറു ബൈനഹുൻ എന്ന് പറഞ്ഞതിന് ശേഷം ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. എന്തിനാ അള്ളാഹു ഇത് പറഞ്ഞത്? ആകാശങ്ങളുടെ സൃഷ്ടിപ്പിന് പിന്നിൽ, ഭൂമിയുടെ സൃഷ്ടിപ്പിന് പിന്നിൽ, ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും കാര്യങ്ങളും വന്നിറങ്ങുന്നതിന് പിന്നിൽ അള്ളാഹു ആണെന്ന് പറഞ്ഞു തന്നത് അള്ളാഹു എല്ലാത്തിനും ഖദീർ, കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. മാത്രമല്ല വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അള്ളാഹു അവന്റെ അറിവിനാൽ അവൻ എല്ലാ വസ്തുക്കളെയും ഉൾക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അറിവ് കൊണ്ട് അള്ളാഹുവിനെല്ലാം ഈ പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായത്, സ്ഥൂലമായത് എല്ലാം, ചെറുത് വലുത്, ആകാശങ്ങളുടെ അത്യുന്നതങ്ങളിൽ, പാതാളങ്ങളിൽ എല്ലാം, നേർത്തത് കടുത്തത് ചെറുത് ഒക്കെ അള്ളാഹു അവന്റെ അറിവ് കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന് അതൊക്കെ അറിയാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പേരുകൾ പഠിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു. അള്ളാഹുവിന്റെ പേരുകൾ അവക്ക് അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളുമുണ്ട്. അവ ഉൾക്കൊള്ളാനും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. ചിലർ മനസ്സിലാക്കിയത് അള്ളാഹ്ക്ക് 99 പേരുകളാണ്, അത് നാമമാത്ര ഉരുവിടൽ അതാണ് വേണ്ടത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ശരിയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅ ഇല്ല വാഹിദ ഫമൻ അഹ്സാഹ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 പേരുകളുണ്ട്. വല്ലവനും അവയെ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹ്ക്ക് 99 പേരുകളുണ്ട്. അതിനർത്ഥം 99 പേരുകൾ മാത്രമാണ് എന്നല്ല. അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട്. എന്നാൽ ആ പേരുകളിൽ നിന്ന് നമ്മൾ 99 സെലക്ട് ചെയ്ത് അവയെ ഇഹ്സാ ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവ ശരിക്ക് വായിക്കുക, ഉച്ചരിക്കുക. അർ റഹീം, അർ റഹ്മാൻ, അൽ ലത്തീഫ്, അൽ ഖബീർ, അൽ അലീം, അൽ മാലിക്, ഇങ്ങനെ യഥാവിധം ഉച്ചരിക്കുക. മാത്രമല്ല പേരുകളുടെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുക. എന്താണ് അൽ ഗഫൂർ, എന്താണ് അൽ വദൂദ്, എന്താണ് അർ റഹ്മാൻ, ഇങ്ങനെ അർത്ഥം ഗ്രഹിക്കുക. അർത്ഥം ഗ്രഹിച്ച് ഈ പേരുകൾ അള്ളാഹുവിന് സമർപ്പിച്ച് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, നീ റഹ്മാനാണ്, നീ എന്നോട് കരുണ കാണിക്കണമേ. അള്ളാഹുവേ, നീ ഗഫൂറാണ്, അതുകൊണ്ട് നീ എനിക്ക് പൊറുക്കണമേ. അള്ളാഹുവേ, നീ വദൂദാണ്, നീ ഏറെ സ്നേഹിക്കുന്നവനാണ്, നിന്റെ സ്നേഹം നീ എന്നിൽ കനിയണമേ. ഇങ്ങനെ ദുആ ചെയ്യുക. അതാണ് ഇഹ്സാൻ. അങ്ങനെ ചെയ്താൽ അത് ചെയ്യുന്ന വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നമ്മുടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ പേരുകൾ പഠിക്കണം, ആശയം ഗ്രഹിക്കണം. അതേപോലെ ഈ പേരുകൾ തേടുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അള്ളാഹുവിൽ യഥാവിധം വിശ്വസിക്കുകയും അതേപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ, അള്ളാഹുവിന്റെ പേരുകളുടെ സാഹചര്യത്തിൽ മനസ്സിലാക്കിയാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ അള്ളാഹു അൽ ഗഫൂർ, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, ഏറെ പൊറുക്കുന്നവൻ. അതേപോലെ പാപങ്ങൾ മറക്കുന്നവനാണ്. പലരും പലവിധ തെറ്റുകളിൽ മുങ്ങിയവരായിരിക്കും. തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല. അള്ളാഹു
നമ്മളുടെ തെറ്റുകൾ നമ്മൾ ചെയ്തത് ലോകരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. പക്ഷെ അള്ളാഹു നമ്മളുടെ തെറ്റുകൾ അത് മറ്റുള്ളവരിൽ നിന്നും മറച്ചു. നമ്മൾ ചെയ്ത പല തെറ്റുകളും നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അവരുടെ വീട്ടിൽ നമ്മളെ താമസിപ്പിക്കില്ല. നമ്മുടെ കൂട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നമ്മളിൽ നിന്ന് ദൂരെ മാറി നടക്കുമായിരുന്നു. നമ്മളുടെ അധ്യാപകരും അതേപോലെ നമ്മളെ അടുത്ത് വർത്തിക്കുന്നവരും നമ്മൾ ചെയ്തിരുന്ന തെറ്റുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പലരും നമ്മളോട് സലാം പറയാതെ വിമുഖരായിട്ട് പോകുമായിരുന്നു. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. അള്ളാഹു അറിഞ്ഞിട്ടില്ലേ? ഉണ്ട്. പക്ഷെ അള്ളാഹു നമ്മളെ തൊട്ടത് മറച്ചു. ഇങ്ങനെ മറക്കുന്നവൻ അന്ത്യനാളിൽ വിചാരണയുടെ വേദിയിലും അള്ളാഹു അങ്ങനെയാണ്. പാപികളെ കൊണ്ടുവന്നാൽ അള്ളാഹു അവരെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെ തെറ്റുകൾ അവർക്ക് കാണിക്കും. അള്ളാഹു അവന്റെ പാർശ്വം വെച്ച് മറ്റുള്ളവരിൽ നിന്ന് അത് മറക്കുമെന്നാണ്. അള്ളാഹു ഗഫൂറാണ്, തെറ്റ് മറക്കുന്നവൻ. അതേപോലെ അള്ളാഹു തെറ്റ് പൊറുക്കുന്നവൻ, അള്ളാഹു പൊറുക്കുകയും ചെയ്യും. ഈ ഒരു പേരിന്റെ ആശയത്തിന്റെ ഒരു തലം തൊടുവാൻ ഞാൻ ഒരായത്തെ നിങ്ങളെ കേൾപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു പറയാണ്, യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് അള്ളാഹു തന്നിലേക്ക് ചേർത്ത ആളുകളെ വിളിക്കുകയാണ്. അള്ളാഹു വിളിക്കുന്നത് പാപ സുരക്ഷിതരായ മലക്കുകളെയല്ല, പാപ സുരക്ഷിതരായ ഈശ്വര പ്രേഷിതരായ നബിപുങ്കവന്മാരെയല്ല. അള്ളാഹു വിളിക്കുന്നത് ഈ ഇബാദി എന്ന വിളിയിൽ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരെയുമല്ല. പ്രത്യുത അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തെറ്റ് ചെയ്തവർ, അവരെയാണ് ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സ്വന്തത്തോട് തെറ്റ് ചെയ്ത ദാസന്മാരെ, എന്റെ ദാസന്മാരെ എന്ന് പറഞ്ഞ അള്ളാഹു വിളിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തവരായിരിക്കും, നിസ്സാരമായ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ചെയ്തവരായിരിക്കും എന്നാണ്. പക്ഷേ അതല്ല. പിന്നെയോ അസ്റഫു അല അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ തെറ്റിൽ മുങ്ങിക്കുളിച്ചവർ, പാപപങ്കിലമായ ജീവിതം നയിച്ചവർ, അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു വിളിക്കുന്നത് യാ ഇബാദി, എന്റെ ദാസരെ എന്ന്. എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത്? യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. തെറ്റ് ചെയ്തവർ, കുറ്റങ്ങൾ പ്രവർത്തിച്ചവർ, പാപപങ്കിലമായ ജീവിതം നയിച്ചവർ, നിങ്ങൾ റഹ്മാനായ അള്ളാഹുവിന്റെ റഹ്മത്തിൽ, കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. എന്തേ കാരണം? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു തെറ്റുകളെല്ലാം പുറത്തു തരും. ആളുകൾ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു റഹ്മാനാണ്. അപ്പൊ നമ്മൾ ചെറിയത് എന്തെങ്കിലും ചെയ്തത് പുറത്തു കിട്ടായിരിക്കും, അങ്ങനെ വിചാരിക്കണ്ട, അങ്ങനെ വിശ്വസിക്കണ്ട. പിന്നെയോ എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നാണ് അള്ളാഹു പറയുന്നത്. ചെറുതായാലും വലുതായാലും രഹസ്യമായതായാലും പരസ്യമായതായാലും എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു. എപ്പോൾ? അള്ളാഹുവെ ഇനി ഞാൻ തെറ്റിലേക്കില്ല എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുമ്പോൾ, വന്നുപോയി സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഖേദിക്കുമ്പോൾ അള്ളാഹു എല്ലാ പാപങ്ങളും നമുക്ക് പൊറുക്കുകയും അള്ളാഹു മാപ്പാക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹു റഹ്മാനാണ് എന്ന പേര് എന്ത് തേടുന്നു എന്നതിന്റെ ഒരു വശം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേപോലെ അള്ളാഹു അൽ ഗഫൂർ, പാപങ്ങൾ മറക്കുന്നവൻ, പൊറുക്കുന്നവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പേരർത്ഥമാക്കുന്നതിന്റെ അള്ളാഹുവിന്റെ വിശേഷണം അത് എന്ത് എന്നുള്ളത് അല്പം മനസ്സിലാക്കുവാൻ നമുക്ക് ഈ പ്രയോഗത്തിലൂടെ, ഈ ഒരു വചനത്തിലൂടെ സാധിച്ചു. തിരുനബിയുടെ ഭാര്യ തിരുനബിയുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ കടന്നു വന്നു. തിരുനബിയുടെ വീട് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ അറയാണ്, ഹുജറയാണ്, ഒരു റൂമാണ്.
ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ വീടിന്റെ ഒരു മൂലയിലുണ്ട്. കടന്നു വന്ന സ്ത്രീ തിരുദൂതരെയാണ് ഉദ്ദേശിച്ചത്. അവരുടെ പേര് ഹൗല എന്നാണ്. ഹൗല വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില അടക്കിപ്പിടിച്ച വർത്തമാനങ്ങൾ, രഹസ്യ ഭാഷണം. ആയിഷുമ്മ പറയുകയാണ്, ആ ഭാഷണം റൂമിന്റെ മൂലയിൽ നിൽക്കുന്ന എനിക്ക് തിരിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ തിരുദൂതർ ഹൗലയുമായി നടത്തിയതായ ആ സംഭാഷണം, രഹസ്യഭാഷണം, ആ വിഷയത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതികരണം അവന്റെ വചനമായി അവതീർണമായി. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ, തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ പ്രവാചകരെ നിങ്ങളോട് തർക്കിച്ച സ്ത്രീയുടെ സംസാരം അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് ആയത്ത് തുടങ്ങുന്നത്. ആയിഷുമ്മ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ വസിഅ സംഅഹുൽ അസ്വാത്ത്, വസിഅ സംഉഹു അൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ പര്യാപ്തമാം വിധം കേൾവി വിശാലമായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എന്തേ കാരണം? ഹൗല തിരുനബിയോട് സംവദിച്ചത് റൂമിന്റെ ഒരറ്റത്തുള്ള ഉമ്മ കേട്ടില്ല, ആയിഷ കേട്ടില്ല റളിയല്ലാഹു അൻഹ. ആ സംസാരമാണ് ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടത്. അതുകൊണ്ടാണ് ഉമ്മ അള്ളാഹുവിനെ സ്തുതിച്ച് അവന്റെ കഴിവ് പറഞ്ഞ് അവന്റെ വിശേഷണം എണ്ണി ആ വിവരം നമ്മളോട് കൈമാറിയത്. അള്ളാഹു എവിടെ? ഈ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടാൽ പലരുടെയും മറുപടി അള്ളാഹു എല്ലായിടത്തു നിന്നാണ്. ഈശാവാസം ഇതം സർവം, ജഗത്തായ ജഗത്തിലെല്ലാം ഈശൻ വസിക്കുന്നു. അപ്പൊ കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഈശൻ എന്നതാണ് പലരുടെയും പ്രതികരണം. ഇത് തീർത്തും തെറ്റായ വിശ്വാസമാണ്, അബദ്ധജടിലമായ പ്രതികരണമാണ്. അള്ളാഹു എല്ലായിടത്തും എന്നുള്ളത് അള്ളാഹു എല്ലായിടത്തും അല്ല. പിന്നെയോ, അള്ളാഹു അവൻ സൃഷ്ടികൾക്ക് അതീതനായി, അവൻ വാനങ്ങൾക്കുപരിയിലാണ്. എന്നാൽ അള്ളാഹുവിന്റെ കേൾവി കൊണ്ട് അവൻ, കഴിവ് കൊണ്ട് അവൻ, അറിവ് കൊണ്ട് അവൻ നമ്മളോടൊപ്പമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ഒരു സംഭാഷണത്തിനപ്പുറം അള്ളാഹുവിനെ സ്തുതിച്ച് പറഞ്ഞത്, ഈ ഒരു സംഭാഷണം ഞാൻ കേട്ടില്ല, വാനങ്ങൾക്കുപരിയിൽ നിന്ന് അത് അള്ളാഹു കേട്ടു, അൽഹംദുലില്ലാഹ്. തിരുനബിയുടെ മറ്റൊരു ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ, അവരെപ്പോഴും അഭിമാനം പറയും. എന്താ അവരുടെ അഭിമാനം? തിരുനബിയുടെ മറ്റു ഭാര്യമാരോട് അവര് പറയാറുള്ളത്, സവ്വജകുന്ന അഹാലീകുൻ, നിങ്ങളൊക്കെ തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് നിങ്ങളുടെ കുടുംബക്കാരാണ്. ഖദീജയെ, ആയിഷയെ, സൗദയെ, ഹഫ്സയെ, സൈനബ് ബിൻത് ഖുസൈമ, ഇവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് അവരുടെ കുടുംബക്കാരാണ് തിരുനബിക്ക് ഈ ഭൂമിയിൽ വെച്ച്. എന്നാൽ സൈനബ് ബിൻത് ജഹ്ഷ് എന്ന മഹദിയെ തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ആരാ? അതാണ് അവര് പറയുന്നത്, വസവ്വജനി അല്ലാഹു മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, എന്നെ തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് അള്ളാഹുവാണ് 7 ആകാശങ്ങൾക്ക് മീതെ വെച്ച്. എന്താ? സൈനബ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു കൊടുത്തത് അള്ളാഹുവാണ്. ഫലമ്മ ഖളാ സൈദും മിൻഹാ വത്റൻ സവ്വജ്നാകഹ, സൈനബിനെ സെയ്ദ് വിവാഹമോചനം നടത്തിയ, അവരെ ആദ്യം കല്യാണം കഴിച്ചത് സെയ്ദാണ്. സെയ്ദ് വിവാഹമോചനം നടത്തിയപ്പോൾ അള്ളാഹു പറയുകയാണ്, സവ്വജ്ന, നാം കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു, താങ്കൾക്ക്, പ്രവാചകന്, സൈനബിനെ. അപ്പൊ സൈനബിനെ അള്ളാഹു തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് പറയാണ്, ആകാശങ്ങൾക്കുപരിയിൽ വെച്ച് അള്ളാഹുവാണ് എന്റെ കല്യാണം നിർവഹിച്ചത്, കല്യാണം തിരുനബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന് പറയണം. അപ്പൊ അള്ളാഹു എവിടെ? അള്ളാഹു അവൻ വാനങ്ങൾക്കുപരിയിൽ അവന്റെ മഹിത സിംഹാസനത്തിന് മീതെ യാണ് എന്നുള്ളതാണ്. ഈ ഒരു
ഉത്തരം, ഇത് പല മുസ്ലിമീങ്ങൾക്കും അറിയില്ല എന്നുള്ളത് ഖേദമാണ്. ഐനല്ല എന്ന് തിരുനബി ചോദിച്ചപ്പോൾ തിരുനബിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട ഒരു ഭൃത്യ അടിമപ്പെണ്ണ് ഫിസ്സമ, ആകാശത്തിന്മേൽ എന്ന് പ്രതികരിച്ച് അവർ വിശ്വാസിനിയാണെന്ന് തിരുനബി അവരെ വിശേഷിപ്പിച്ചു. ഒരു അടിമ സ്ത്രീ അന്ന് അള്ളാഹു എവിടെ എന്നതിന് പ്രതികരിച്ച ഒരു പ്രതികരണം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പണ്ഡിതന്മാർ എന്ന് പറയുന്ന പലർക്കും അജ്ഞമാകുമ്പോൾ സാധാരണക്കാരന്റെ വിഷയം പറയേണ്ടതില്ല. പക്ഷേ നമ്മൾ പ്രമാണബദ്ധമായി പഠിച്ച് വിഷയങ്ങളെ ഉൾക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മളുടെ അറിവ് അത് യഥാവിധമാക്കാൻ ശ്രമിക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് ഉപദേശിക്കുവാനുള്ളത്. നിങ്ങൾ പഠന വിദ്യാർത്ഥികളാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ വായിച്ചാൽ, എന്നിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചാൽ, അതിൻ്റെ പ്രത്യേകതകൾ, അതടങ്ങിയ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ ഇതര പ്രവൃത്തികളും വിശേഷണങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരും പ്രഖ്യാപിക്കും, ഹസ്ബുൻ അല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ എത്ര നല്ല വക്കീലാണ് അള്ളാഹു എന്ന്. അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ആശയം നമ്മൾ ഗ്രഹിച്ച് നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം യഥാവിധമാക്കിയാൽ പിന്നെ നമ്മുടെ വിഷമതകൾ വഴിമാറിക്കിട്ടുവാൻ, നമ്മുടെ സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങൾ നമുക്ക് ദൂരീകരിക്കപ്പെടാൻ, നമ്മുടെ പിരിമുറുക്കങ്ങൾ അത് നമുക്ക് ഒഴിവായി കിട്ടാൻ ഈ പേരുകൾ, അതിൻ്റെ ബർക്കത്ത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മാത്രമാകുന്നു അത്യുത്തമമായ പേരുകൾ. അപ്പൊ ഉത്തമമായ പേരുകൾ അത് അള്ളാഹുവിനാണ്, അത് അനുഗ്രഹീതമാണ്, ബർക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, ആ നാമത്തിന്റെ സഹായത്തിൽ, ആ ബർക്കത്തിൽ കഴിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുകയാണ്. കാരണം ആ നാമത്തിന് പ്രത്യേകത ഉണ്ട്, അതിന് അനുഗ്രഹമുണ്ട്. അപ്പൊ ആ മഹത്തായ നാമങ്ങൾ നമ്മൾ വായിക്കുക, ആശയങ്ങൾ നമ്മൾ ഗ്രഹിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, സിഫത്തുകൾ ധാരാളമുണ്ട്, നമ്മളത് ഗ്രഹിക്കുക. തിരുനബി നമ്മളോട് പറഞ്ഞില്ലേ, രാത്രിയുടെ 1/3 യാമം ശേഷിക്കുമ്പോൾ, രാത്രിയുടെ അവസാന 1/3 എന്ന് പറഞ്ഞാൽ അസ്തമയം മുതൽ ഉദയം വരെയുള്ള സമയം എടുത്തിട്ട് അതിന്റെ അവസാനത്തെ 1/3 എടുക്കുക. ആ സമയമായാൽ നിശയുടെ നിഗൂഢതയിൽ, രാവിന്റെ അന്ത്യ സമയങ്ങളിൽ, ലോകം ഉറങ്ങിക്കിടക്കുന്ന ആ അർത്ഥഗർഭമായ നിശയിൽ നമ്മൾ എഴുന്നേറ്റ് നമ്മളുടെ വിറകറികളെ നമ്മൾ അള്ളാഹുവിലേക്ക് ഉയർത്തും, നിറകണ്ണുകളെ നമ്മൾ അള്ളാഹുവിലേക്ക്, നിറകണ്ണുകൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് നോക്കും. അള്ളാഹുവിന്റെ ദർബാറിന് മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി നമ്മൾ അവനോട് ചോദിക്കും. എപ്പോ? നമ്മൾ അള്ളാഹുവിന്റെ ഒരു വിശേഷണം നമ്മൾ ഉൾക്കൊണ്ടാൽ. എന്താ തിരുനബി പറഞ്ഞത്? രാത്രിയുടെ 1/3 ശേഷിച്ചാൽ അള്ളാഹു ഏറ്റവും അടുത്ത, നമ്മിലേക്ക് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, എന്നോട് പശ്ചാത്തപിക്കുവാൻ ആരുണ്ട്? പാപമോചനത്തിന് തേടുവാൻ ആരുണ്ട്? ഞാൻ അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും, പാപമോചനം അവന് ഞാൻ നൽകും. എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ അവൻ ചോദിക്കുന്നത് നൽകും. ഇതൊക്കെ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു സമയം, അള്ളാഹുവിന്റെ പ്രത്യേകതയായി, വിശേഷണമായി. അള്ളാഹുവിന് ഇങ്ങനെയുള്ള അവസ്ഥയുള്ളത് നമ്മളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഒരു വിശേഷണം നമ്മൾ ഉൾക്കൊണ്ടാൽ, മനസ്സിലാക്കിയാൽ, തിരുദൂതർ പഠിപ്പിച്ചതുപോലെ നമ്മൾ ഗ്രഹിച്ചാൽ, നമുക്കൊരു സമയം ഫജ്റിന് മുമ്പ് പടച്ച റബ്ബിന് മുമ്പിൽ മുട്ടുകുത്തി അള്ളാഹുവിന് മുമ്പിൽ ഒരു സുജൂദിൽ കിടന്ന് അള്ളാഹുവിലേക്കൊരു പ്രാർത്ഥനയുടെ കൈ ഉയർത്തി നമുക്കുണ്ടാകും എന്നാണ്. ഇതേപോലെയാണ് എല്ലാ വിശേഷണങ്ങളും, ഇതേപോലെയാണ് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും. നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം.
എന്നാണ് എനിക്ക് ഉണർത്തുവാനുള്ളത്. എൻ്റെ ഈ വചനങ്ങൾ ഞാനിവിടെ നിർത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ കൂടിയ സുന്ദര മുഖങ്ങളെ നീ ഇഹത്തിലും പരത്തിലും പ്രകാശിപ്പിക്കണമേ. നിന്റെ കാരുണ്യം ഇവരിൽ നീ ചൊരിയണമേ തമ്പുരാനെ. ഇവരുടെ ഭാവി നീ ഭാസുരമാക്കണമേ തമ്പുരാനെ. എല്ലാ നന്മകളിലേക്കും ഇവർക്ക് നീ ഉദവി പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഈ നാടിനും ലോകർക്കും ഇവർ മാതൃകായോഗ്യരായ നാളെയുടെ നല്ല സമ്പത്താകുവാൻ അള്ളാഹുവെ ഇവരെ നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. السلام عليكم. السلام عليكم ورحمة الله. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും പടച്ചു പരിപാലിക്കുന്ന സർവശക്തനായ പടച്ചവന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന സർവശക്തനായ പടച്ചവൻ. എന്നെയും നിങ്ങളെയും പടച്ച, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും പടച്ച, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൂതനെയും ജൈനനെയും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാം പടച്ച സൃഷ്ടാവ്. അത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ പടച്ചവന്റെ മഹത്തായ ഗുണങ്ങളും നാമവിശേഷണങ്ങളും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഒരുപാട് ആളുകളെ നമുക്ക് പരിചയമുണ്ട്. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെട്ടാൽ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. നാട്ടിലെ വലിയ ഭരണാധികാരികളോ സമ്പന്നരോ നേതാക്കളോ സാഹിത്യകാരന്മാരോ ശാസ്ത്രജ്ഞന്മാരോ ഒക്കെ ആരെയെങ്കിലും നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമ്മളത് നമ്മുടേതായ പരിധിയിൽ പറയും. നമ്മൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ ഇന്ന ആള് നമ്മളെ അന്വേഷിച്ചെന്ന് കേട്ടാൽ എന്തൊരു ഉൾപ്പുളകമാണ്. അങ്ങാടിയിൽ വന്നിട്ടൊരു MLA ചോദിക്കുകയാണ്, ആ അസ്ലമന് എവിടെ? നമ്മളെ എന്തൊരു സന്തോഷമാണ്. ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാജാവോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ എങ്ങാനും നമ്മളെ അന്വേഷിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഡൽഹിയിലോ തിരുവനന്തപുരത്തോ വെച്ചൊരു വലിയ അവാർഡ് കിട്ടാൻ നമ്മളെങ്ങാനും വിളിച്ചാലോ? ആഗ്രഹമുണ്ട് ഒബാമയുമായി ഒന്ന് സംസാരിക്കാൻ, മൻമോഹൻ സിംഗുമായി, അല്ലെങ്കിൽ അതിനപ്പുറത്തോ ഇപ്പുറത്തുള്ള വ്യക്തികളുമായി. അതൊക്കെ പോകട്ടെ. നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് നേരത്തെ തന്നെ ഈ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ, മനുഷ്യരെ പടക്കുന്നതിന് മുമ്പ് തന്നെ ആദമിന്റെ മുതുകുകളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും പടച്ചിട്ട് നമ്മളെ പരിചയപ്പെടുത്തിയ ഒരാളെയാണ്. അത് പടച്ചോനെയാണ്. പടച്ചോനെ പരിചയപ്പെടാൻ സാധിച്ചു എന്നത് അതിമനോഹരമാണ്, അതിമഹനീയമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധങ്ങളായ വ്യക്തികളും ശക്തികളുമുണ്ട്. ഏറ്റവും മഹനീയമായ പദമാകുന്നു അല്ലാഹ്. ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത, മണ്ഡപത്തിലും ശ്രീകോവിലും അൾത്താരയിലും പ്രതിഷ്ഠയിലും ഒതുങ്ങാത്ത, പൂരം, മഹോത്സവം, പള്ളിപ്പെരുന്നാൾ, യാഗം, ഹോമം, അപ്പവാണിഭം, ഉറൂസ് മുബാറക്ക്, ചന്ദനക്കുടം എന്നിവയിലൊന്നും വീഴാത്ത രാജാധിരാജനായ പടച്ചവൻ. അവനെ അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ്. അവനെ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ ഗ്രാഹ്യം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ വിദ്യാർത്ഥിനികളായി മാറിയിരിക്കുകയാണ്. 1.25 ലക്ഷം പ്രവാചകന്മാരുടെ നാവിലൂടെയാണ് അല്ലാഹ് എന്ന വാക്ക് ജനങ്ങൾ കേട്ടു തുടങ്ങിയത്, അല്ലേ? അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും വലിയ അറിവാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. കുറെ നാളായി കിട്ടിയിട്ടുണ്ട്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു അറാഫിലെ 172-ാമത്തെ ആയത്ത് വചനം,
ആദമിന്റെ മുതുകുകളിൽ നിന്ന് മനുഷ്യവംശത്തെ മുഴുവൻ പുറത്തെടുത്തിട്ട് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? എന്താ ഉത്തരം? ഖാലു ബല. അലി ജാ ഇസ്സത്ത് ബൊഗോവിച്ചിന്റെ ഇസ്ലാം രാജമാർഗം എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഒന്ന് കൈവക്കിയേ, വായിച്ച ആൾക്കാർ. വളരെ മനോഹരമായൊരു പുസ്തകമാണ്. അതിൽ പറയുന്നുണ്ട് കാലൂബലയുടെ കാലം. അന്ന് നമ്മളെല്ലാവരും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും, പടച്ചോനില്ല എന്ന് പറയുന്നവരും ഉണ്ടെന്ന് പറയുന്നവരും പങ്കുചേർക്കുന്നവരും ആരാധിക്കുന്നവരും അനുസരിക്കുന്നവരും ധിക്കരിക്കുന്നവരും എല്ലാവരും പറഞ്ഞു, ബല, അതെ, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? ഉത്തരെന്താ? അതെ. സാക്ഷിയാര വഅശ്ഹദുഹും അലാ അൻഫുസിഹിം, അവരെ തന്നെ സാക്ഷിയായി. അതുകൊണ്ട് പടച്ചോണ്ട്, അവനെ അറിയിച്ചിട്ടുണ്ട്, അവനെല്ലാം കേൾക്കും, അവനെല്ലാം കാണും. എങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല, നമുക്കൊരുപാട് ദാഹമോഹങ്ങളുണ്ട്, സ്വപ്നസങ്കല്പങ്ങളുണ്ട്, പിന്നെയോ നമുക്ക് വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങൾ, ദുരിതങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ നമുക്ക് താങ്ങ് വേണം, തണല് വേണം, നമുക്കൊന്ന് പറയണം. പറയുന്നത് വെറുതെയല്ല, കേൾക്കണം. കേൾക്കുന്നത് വെറുതെയല്ല, കിട്ടണം, ഉത്തരം കിട്ടണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ആരുമാരും പരിഹരിക്കാനാവാത്ത, ആർക്കുമാർക്കും സഹായിക്കാൻ കഴിയാത്ത കോടാനക്കോടി വിഷയങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. പ്രാർത്ഥനക്കർഹനാരാ? ആരാധനക്കർഹനാരാ? പടച്ചോൻ. എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്നവൻ പടച്ചോൻ അല്ലേ? ഈ പ്രപഞ്ചം ആരുടേതാ? അവൻ്റെതാണ്. ഒരു തരി മണ്ണ് പോലും, ഒരു തുള്ളി വെള്ളം പോലും, ഒരിറ്റു വായു പോലും ആരും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. മഹാത്മാക്കൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ശ്രീരാമനും ശ്രീകൃഷ്ണനും ശബരിമല ശാസ്താവും ഗുരുവായൂരപ്പനും മൊഹീദ്ദീൻ ശേഖ്, റിഫായി ശേഖ്, മമ്പറന്തങ്ങൾ, പുത്തംവള്ളി, വലിയ നാഗൂർ, അജ്മീർ, അറവാടി, ഔലിയാ, തങ്ങന്മാര്, ബീവികള് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെയുണ്ട്. ഒന്നും ബാക്കിയാക്കിയിട്ടില്ല, ആരെയും സഹായിയാക്കിയിട്ടില്ല. എങ്കിൽ ആ പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ, അവനോട് ആരാധന നടത്തിയാൽ, അവനോട് ചോദിച്ചാൽ കിട്ടാത്ത വല്ലതും ആർക്കെങ്കിലും തരാൻ പറ്റുമോ? പറ്റുമോ? ഒന്ന് പറയൂ മക്കളെ. ഇല്ല. എങ്കിൽ നമ്മൾ ഈ വിഷയം അറിയണം. സൂറത്ത് മുഹമ്മദ് 47-ാമത്തെ അധ്യായം 19-ാമത്തെ ആയത്ത് വചനം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന വിഷയം നീ പഠിക്കണം, താങ്കൾ പഠിക്കണം. ലോകത്തെ ഏറ്റവും വലിയ അറിവുള്ളവനായ മനുഷ്യൻ മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോൻ പറയുന്നു, താങ്കൾ ഇത് പഠിക്കണം. നമ്മളും പഠിക്കണം. പഠിച്ചിട്ടില്ലേ? ഉണ്ട്. പഠിച്ചവരും പഠിക്കണം. പഠിക്കാത്തവരോ എന്തായാലും പഠിക്കണം. കാരണം അവന്റെ ഭൂമിയിലാ നിൽപ്പ്, അവന്റെ വായുവാണ്, അവന്റെ വെള്ളമാണ്, അവന്റെ ഭക്ഷണമാണ്, അവൻ നൽകിയ ജീവനാണ്. ഒന്ന് ശ്വാസം വിടുമ്പോൾ അവന്റെ അനുമതിയില്ല എങ്കിൽ ശ്വാസം മുട്ടിപ്പോവുകയാണ് അല്ലേ? അപ്പോ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം അവന്റേതാണ്. എങ്കിൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാ ഇലാഹ്? ഇബാദത്തിന് അർഹൻ. എന്താണ് ഇബാദത്ത്? മഹാനായ മുഹമ്മദ് നബി ലോകത്തോട് പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. പ്രാർത്ഥനയാണ് ആരാധന. അപ്പോ ആരോട് പ്രാർത്ഥിക്കണം? ഇബാദത്തിന് അർഹനായവനോട്. അതാരാണ്? ഇലാഹ്. അതാരാ? അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം പഠിക്കണം, പടച്ചോനോട് പ്രാർത്ഥിക്കണം, അവനെ ആരാധിക്കണം. 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംല് 59 മുതൽ 65 വരെയുള്ള സൂക്തങ്ങളിൽ മധുരമനോഹരമായ ചില വിഷയങ്ങൾ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ പരമാധികാരിയായ സർവശക്തനായ സ്രഷ്ടാവിന്റെ വിശേഷണങ്ങളും ഗുണങ്ങളും അവന്റെ അനുഗ്രഹങ്ങളും ഓരോ ആയത്തിലും 60, 61, 62, 63, 64 ആയത്തുകളിലും ചോദിക്കുന്നുണ്ട്, അ ഇലാഹും മഅല്ലാഹ്, പടച്ചവന് പുറമെ വല്ല ആരാധ്യന്മാരുമുണ്ടോ? എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിൽ പടച്ചവൻ ചോദിക്കുന്നു 62-ാമത്തെ ആയത്തിൽ,
അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു. ആദ്യം ചോദിക്കുന്നുണ്ട് ആ അല്ലാഹു ഖൈറുൻ, പടച്ചവനാണോ ഉത്തമം, അമ്മാ യുശ്രികൂൻ, അല്ല പടച്ചവന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന നിങ്ങൾ പങ്കുചേർക്കുന്ന വ്യക്തികളോ ശക്തികളോ ബിംബങ്ങളോ ജാറങ്ങളോ ദർഗകളോ മക്കാമുകളോ പുണ്യമരങ്ങളോ പുണ്യമൃഗങ്ങളോ പുണ്യപുഷ്പങ്ങളോ ആണോ മെച്ചം? ഉറപ്പാണ്. എല്ലാം കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ, എല്ലാം കാണുന്ന ഒരാളുണ്ടെങ്കിൽ, എല്ലാം അറിയുന്ന ഒരാളുണ്ടെങ്കിൽ, എല്ലാറ്റിനും കഴിവുറ്റ ഒരാളുണ്ടെങ്കിൽ ആ പടച്ചവൻ തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ദുആ പടച്ചവനോട് മാത്രം, ഇസ്തിഗാസ പടച്ചവനോട് മാത്രം, അർച്ചനയും നേർച്ച വഴിപാടുകളും പടച്ചവനോട് ചെയ്യണം. അവനെ നമ്മൾ ആരാധിക്കണം. പരലോകമുണ്ട്, പരലോകത്ത് വിചാരണയുണ്ട്, സ്വർഗനരകങ്ങളുണ്ട്, നിങ്ങൾ ഇന്നലെ കേട്ടു. അതുകൊണ്ട് നമുക്ക് പരലോകത്തെത്തണം, സ്വർഗം ലഭിക്കണം. സ്വർഗം ലഭിക്കണമെങ്കിൽ പടച്ചവനെ ആരാധിക്കണം, പടച്ചവനെ ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. അവനല്ലാത്തവരെ ആരാധിക്കരുത്, പ്രാർത്ഥിക്കരുത്. ഇതാണ് ഏകദൈവ വിശ്വാസത്തിന്റെ കാതൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാതൽ. ഇമാം അഹ്മദിന്റെ 6704 ഹദീസിൽ ആസിബിന് വായിൽ എന്ന അവിശ്വാസി ജീവിതകാലത്ത് 100 ഒട്ടകം ദാനം ചെയ്യാൻ നേർച്ചയാക്കി. അയാൾ മരിച്ചു. ഒരു മകൻ ഹിശാം 50 എണ്ണത്തിന് അറുത്തു കൊടുത്തു. മറ്റേ മകനോട് പറഞ്ഞു, സഹോദരനോട് പറഞ്ഞു, ബാക്കി നീ ഇറക്ക്. പക്ഷെ അദ്ദേഹം മുസ്ലിമാണ്, വിശ്വാസിയാണ്. നബിയോട് ചോദിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അബൂക്ക, നിന്റെ ബാപ്പ ഏകദൈവ വിശ്വാസം സ്വീകരിച്ച ആളാണെങ്കിൽ, സമ്മതിച്ച ആളാണെങ്കിൽ, അപ്പൊ എന്ത് വേണം? സമ്മതിക്കണം. ഫതസദ്ദഖ്ത അൻഹു, എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി നീ സദഖ ചെയ്താൽ, ദാനധം ചെയ്താൽ, വസുംത, നീ നോമ്പെടുത്താൽ, നഫഅഹു ദാലിക, അത് അയാൾക്ക്, നിന്റെ വാപ്പാക്ക് ഉപകരിക്കും. അപ്പോ ഏകദൈവ വിശ്വാസം സ്വീകരിച്ചാൽ സകലമാന കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ഏകദൈവ വിശ്വാസം എങ്ങനെയാകണം? ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനോടുള്ള ആരാധന എങ്ങനെയായിരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയായിരിക്കണം? ബുഖാരിയിലെ 4476 ഹദീസ്, മുസ്ലിമിലെ 193 ഹദീസിൽ പറയുന്നത്, മൻ കാന ഫീ ഖൽബിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വകാന ഫീ ഖൽബിഹി മിനൽ ഖൈരി ബുർറത്തൻ ദർറത്തൻ, ഒരു അണുവെങ്കിലും, ഒരു കടുകുമണിയെങ്കിലും വിശ്വാസമുള്ള ആള് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും, നരകശിക്ഷയിൽ നിന്ന് പുറത്തെടുക്കപ്പെടും, നരകത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. തിർമിദിയിലെ 2441 ഹദീസിൽ പറയുന്നത്, ലാ യുശ്രികു ബില്ലാഹി ശൈഅ, ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കണം. 3 മുസ്ലിമിലെ 26 ഹദീസിൽ പറയുന്നത്, വഹുവ യഅലമു, അറിഞ്ഞുകൊണ്ട്, വിഷയം പഠിച്ചുകൊണ്ടാകണം. 5 മുസ്ലിമിലെ 45 ഹദീസിൽ പറയുന്നത്, മുസ്തൈഖിനം ബിഹാ ഖൽബഹു, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, ഗൈറ ശാക്കിൻ, യാതൊരു സംശയത്തിനും അവകാശമില്ലാത്ത വിധം ഈ വിഷയം മനസ്സിലാക്കണം. ഈ വിഷയം മനസ്സിലാക്കി ഏകദൈവ വിശ്വാസം സ്വീകരിച്ചാൽ അവന്റെ കർമ്മങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. കോടിക്കോടി കോടി 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 അബദ്ധങ്ങൾ, അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയാലും ശരി, പരലോകത്ത് ചെല്ലുമ്പോൾ, ഇഹലോകത്തെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് ഈ ഏകദൈവ വിശ്വാസം പരിപൂർണമായി ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, പരലോകത്തവന്റെ കർമ്മധർമ്മങ്ങളുടെ ഫയലുകൾ, തെറ്റുകളുടെ കുറ്റങ്ങളുടെ ഫയലുകൾ നോക്കെത്തുന്ന ദൂരത്തങ്ങേയറ്റം പരന്നു കിടക്കുന്ന